എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പ്രവാചക ചിന്താരീതി, ഖുർആനിക സമീപനം എന്നൊരു രേഖയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ. എങ്ങനെയായിരുന്നു ഈ പ്രവാചകന്മാർ ചിന്തിച്ചിരുന്നത്? അവരുടെ ഒരു മാനസികാവസ്ഥ ഖുർആൻ എങ്ങനെയാണ് നമുക്കത് വിശദീകരിച്ചു തരുന്നത്? ശരി. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം, പ്രത്യേകിച്ചും ഇപ്പോൾ നൂഹ് നബിയെ പോലെ ഒരാള് നൂറ്റാണ്ടുകളോളം ഒരേ ദൗത്യത്തിൽ ഇങ്ങനെ ഉറച്ചു നിന്നില്ലേ? അതെ. എന്തായിരിക്കും അതിനു പിന്നിലെ ആ ഒരു ചിന്താശക്തി? നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. ഈ രേഖ ശരിക്കും ഒരു ഫ്രെയിംവർക്കാണ് തരുന്നത്, ചിന്തയുടെ ഒരു ചട്ടക്കൂട്. ഓക്കെ. ഒരു 7 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇതിലുള്ളത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാലോ, വിവരങ്ങളിങ്ങനെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഭയങ്കര സ്പീഡിലാണ്. അതെ. അപ്പോ എന്ത് വിശ്വസിക്കണം, എന്ത് തള്ളണം എന്നറിയാത്തൊരവസ്ഥയുണ്ട്. അവിടെയാണ് ഈ വ്യക്തമായി ചിന്തിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. ശരിയാണ്. ഈ രേഖയിൽ ആദം നബിയുടെ അനുഭവം ഒരു ഉദാഹരണമായി പറയുന്നുണ്ട്. ഒരുപക്ഷേ കുറച്ചുകൂടി വ്യക്തമായ ചിന്തയുണ്ടായിരുന്നെങ്കിൽ ആ പിഴവ് സംഭവിക്കില്ലായിരുന്നു എന്ന് അല്ലേ? അതെ, അങ്ങനെ ഒരു സൂചനയുണ്ട്. ശരിയാണ്. ഇന്ന് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും ഇൻഫർമേഷൻ ഓവർലോഡാണ്. അതെ അതെ. അപ്പോൾ സത്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ശരിയായ ചിന്താരീതി പഠിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ ചിന്തകളെ സ്വാധീനിക്കുന്ന ചില മെന്റൽ മോഡൽസ് ഉണ്ടെന്നാണ് ഈ രേഖ പറയുന്നത്. അതെ, മാനസിക മാതൃകകൾ. പക്ഷേ അത് പലപ്പോഴും തെറ്റായിരിക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായിരിക്കില്ല. ശരിയാണ്. അതുകൊണ്ട് ഖുർആനിക പാഠങ്ങളെ അടിസ്ഥാനമാക്കി എങ്ങനെ ഒരു ശരിയായ ചിന്താരീതി ഉണ്ടാക്കിയെടുക്കാം, അതാണ് ഈ രേഖ നോക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ആ 7 ആശയങ്ങളിലേക്ക് കടന്നാലോ? ആവാം. ആദ്യത്തെ തത്വം, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിലുള്ള ഒരു കേന്ദ്രീകൃതമായ ആശ്രയത്വം, ഗോഡ് സെൻട്രിക് റിലയൻസ് എന്ന് പറയും. ദൈവത്തിൽ ആശ്രയിക്കുക. അതെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ ആശ്രയങ്ങൾക്കും ഒടുവിൽ ആത്യന്തികമായി ദൈവത്തിൽ ഭരമേൽപ്പിക്കുക എന്ന ചിന്ത കേൾക്കുമ്പോൾ എളുപ്പമാണ്. അതെ, പക്ഷെ ചെയ്യാൻ കുറച്ചു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊക്കെ ചെറുപ്പം മുതലേ ശീലിച്ചതെന്താ? മാതാപിതാക്കളെ ആശ്രയിക്കും, പിന്നെ കൂട്ടുകാരെ ആശ്രയിക്കും, ഇപ്പോഴാണെങ്കിൽ ടെക്നോളജി, ഗൂഗിൾ നോക്കും, അല്ലേ? അതെ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യം ഫോൺ എടുക്കും. അതെ, ദൈവത്തോട് ചോദിക്കാൻ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. ശരിയാണ്. ആ ഒരു പോയിന്റാണ് ആദ്യം പറയുന്നത്. ഇതിന് ആ രേഖയിൽ നല്ലൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, നൂഹ് നബിയുടെ കാര്യം. ഓ അതെ. ഏകദേശം 1000 വർഷം, അത്രയും കാലം അദ്ദേഹം ജനങ്ങളെ നേർവഴിക്ക് വിളിച്ചു. പക്ഷെ ആരും കേട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം പുതിയ തന്ത്രമുണ്ടാക്കുകയോ കൂടുതൽ ആളെ കൂട്ടുകയോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുകയോ അല്ല ചെയ്തത്. അല്ല, അദ്ദേഹം നേരെ ദൈവത്തിലേക്ക് തിരിഞ്ഞു, സഹായത്തിനു വേണ്ടി കരഞ്ഞു. അതെ, സൂറ അസ്സാഫാത്തിൽ അത് പറയുന്നുണ്ട്. നൂഹ് നമ്മോട് പ്രാർത്ഥിച്ചു, നാം എത്ര നല്ല ഉത്തരം നൽകുന്നവനാണ് എന്ന്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. അപ്പോ ആ പോയിന്റ് എന്താച്ചാൽ, ഇത്രയും കാലം സ്വന്തം നിലക്ക് ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ ആശ്രയം ഒരു പുതിയ പ്ലാൻ ബി ആയിരുന്നില്ല. അല്ല, മറിച്ച് ദൈവത്തിലുള്ള ആ ഒരു പൂർണ്ണ സമർപ്പണമായിരുന്നു. അതെ. പക്ഷെ ഇതിനർത്ഥം നമ്മൾ വെറുതെ ഇരിക്കണം എന്നല്ലാട്ടോ. അല്ലേ അല്ല. കാര്യങ്ങൾ ചെയ്യണം, മറ്റുള്ളവരുടെ സഹായം തേടേണ്ട വരും. പക്ഷേ എന്ത് ചെയ്യുന്നതിനു മുൻപും ആരുടെ സഹായം തേടുന്നതിനു മുൻപും ആദ്യം ദൈവത്തോട് ചോദിക്കണം. ദൈവത്തെ ഓർക്കണം. നമ്മളെ സഹായിക്കാൻ കഴിയണമെങ്കിൽ പോലും ദൈവത്തിന്റെ ഒരു അനുമതി, ഒരു സാഹചര്യം ഒത്തുവരണം. ആ ഒരു ബോധ്യം വേണം. രേഖയിലൊരു ചെറിയ ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ടാക്സി ബുക്ക് ചെയ്യാൻ നമ്മൾ ആപ്പ് തുറക്കില്ലേ? അതിനു മുമ്പ് ഒരു ബിസ്മില്ല പറയുക, അല്ലെങ്കിൽ ദൈവം എളുപ്പമാക്കണേ എന്ന് മനസ്സിൽ കരുതുക. കാരണം ആപ്പ് ഉണ്ടായാനോ ടാക്സി കിട്ടിയാലോ മാത്രം പോരല്ലോ. ആ ഡ്രൈവർ നല്ലയാളാവണം, യാത്ര സേഫ് ആവണം, തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത്. അതെ, അതിനെല്ലാം ദൈവത്തിന്റെ സഹായം വേണം. അതാണ് ആശ്രയത്വം. അപ്പോൾ പ്രവൃത്തിയും പ്രാർത്ഥനയും ഒരുമിച്ചു പോകണം. തീർച്ചയായും. ആവശ്യമായ എഫേർട്ട് എടുക്കുക, എന്നിട്ട് ഫലത്തിനു വേണ്ടി ദൈവത്തിൽ ഭരമേൽപ്പിക്കുക. നൂഹ് നബിയുടെ ആ 1000 വർഷത്തെ കാത്തിരിപ്പ്, അതുതന്നെ വലിയൊരു ഉദാഹരണമാണ് ക്ഷമയുടെ, സ്ഥിരോത്സാഹത്തിന്റെ. അതെ, അദ്ദേഹത്തിന്റെ ലക്ഷ്യം പെട്ടെന്നുള്ളൊരു വിജയമോ ലാഭമോ ആയിരുന്നില്ല. അല്ല, അതിനപ്പുറം ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഒരു ഉയർന്ന ലക്ഷ്യമുണ്ടെങ്കിൽ മുന്നോട്ടു പോകാനുള്ള ഒരു പ്രചോദനം ദൈവം തരും എന്നാണ് രേഖ പറയുന്നത്. ശരി. ഒരു ചായക്കടക്കാരന്റെ കാര്യം പറയുന്നുണ്ട്. വെറുതെ 100 ചായ വിൽക്കുക എന്നതിനപ്പുറം എന്റെ ചായ കുടിക്കുന്നവർക്ക് ഒരു ആശ്വാസം കിട്ടണം, അവരുടെ ദാഹം മാറണം എന്നൊരു ചിന്ത വന്നാൽ ആ ജോലിക്കൊരു അർത്ഥം വന്നു, അല്ലേ? അതെ, അതിനൊരു പുതിയ മാനം കൈവരും. ശരി. അപ്പൊ രണ്ടാമത്തെ തത്വത്തിലേക്ക് പോകാം. ഓക്കെ. ബൗദ്ധിക ധൈര്യം.
ഇന്റലക്ച്വൽ കറേജ്. ഉം. നമുക്ക് ചുറ്റുമുള്ളതിനെയും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മൾ പിന്തുടരുന്ന ശീലങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യാനും ആഴത്തിൽ മനസ്സിലാക്കാനുമുള്ള ഒരു ധൈര്യം. വെറുതെ പിന്തുടരുക എന്നതിനപ്പുറം. അതെ, ഒരു കാര്യം കുറേ കാലമായിട്ടിങ്ങനെ ചെയ്തു വരുന്നു എന്നതുകൊണ്ട് മാത്രം അത് ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ അത് അനിവാര്യമാവണമെന്നില്ല. ഇബ്രാഹിം നബിയുടെ ജീവിതം നല്ലൊരു ഉദാഹരണമാണതിന്. തീർച്ചയായും. അതെ, അദ്ദേഹം ആ വിഗ്രഹങ്ങളെ ചോദ്യം ചെയ്തത്. അതെ, ഖുറാൻ ചോദിക്കുന്നുണ്ടല്ലോ, ദൈവത്തിനു പുറമെ വ്യാജ ദൈവങ്ങളെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന്. ഉം. അതുപോലെ നമ്മളും ചിന്തിക്കണം, എന്തിനാണ് നമ്മൾ 5 നേരം നമസ്കരിക്കുന്നത്? ഖുറാൻ ഓതുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതെ. യുക്തിക്ക് നിരക്കുന്നതാണോ, നമുക്ക് ബോധ്യമുള്ളതാണോ എന്ന് നോക്കിയിട്ട് ചെയ്യുക. എല്ലാവരും ചെയ്യുന്നു എന്നത് മാത്രം ഒരു കാരണമാവരുത്. അല്ല, പക്ഷെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ എന്തുണ്ടാവും? എതിർപ്പുകൾ വരും. ഉറപ്പായും. ഇബ്രാഹിം നബിയെ തീകുണ്ടത്തിലെറിയാൻ വരെ ആളുകൾ തീരുമാനിച്ചില്ലേ? ശരിയാണ്. രേഖയില് ഗ്രന്ഥകർത്താവ് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ പുരുഷന്മാര് തമ്മിൽ ആലിംഗനം ചെയ്യുന്നൊരു രീതിയില്ലേ? അറബ് രാജ്യങ്ങളിൽ. അതെ, അതൊരു അറബ് കൾച്ചറാണ്, അല്ലാതെ ഇസ്ലാമികമായി നിർബന്ധമുള്ള ഒന്നല്ല എന്നൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത്തരം ചോദ്യങ്ങൾ പോലും ചിലപ്പോ സമൂഹത്തിൽ നിന്ന് ഒരു എതിർപ്പ് ക്ഷണിച്ചു വരാം. അതുകൊണ്ട് ഈ ബൗദ്ധിക ധൈര്യം കാണിക്കുമ്പോൾ കുറച്ച് വിവേകം വേണം. പക്ഷെ സ്വന്തമായി ചിന്തിക്കുന്നതിൽ നിന്നും സത്യം അന്വേഷിക്കുന്നതിൽ നിന്നും നമ്മളെ തടയാൻ ആർക്കും പറ്റില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇബ്രാഹിം നബി ഫോക്കസ് ചെയ്തത് ഈ ആലിംഗനം പോലുള്ള ചെറിയ കാര്യങ്ങളിലല്ല, മറിച്ച് ആ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന, നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിലാണ്. അതെ, ശിർക്ക്, തെറ്റായ ആരാധന. അതെ, അതിനെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം സ്വന്തം ജീവൻ പോലും പണയം വെക്കാൻ തയ്യാറായി. ഈയൊരു സന്ദർഭത്തിൽ രേഖ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഗസയിലെ ആളുകളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നുന്നുണ്ടല്ലേ? പക്ഷെ പരലോകത്തിലെ ശിക്ഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതേ തീവ്രതയിലുള്ളൊരു വികാരം നമുക്ക് വരുന്നുണ്ടോ? ചിന്തിക്കേണ്ട വിഷയമാണ്. ആ ശിക്ഷയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനാണ് ഈ പ്രവാചകന്മാരൊക്കെ അവരുടെ ജീവിതം മുഴുവൻ കൊടുത്തത്. ശരിയാണ്. അപ്പൊ ആ ഒരു ധൈര്യം, അപ്പോ ഈ ചിന്തിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള ധൈര്യം നമ്മളെ അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുപോകും. അതെ, മൂന്നാമത്തത് യുക്തിസഹമായ ആദ്യ തത്വങ്ങൾ ഉപയോഗിക്കുക. റാഷണൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്നുവെച്ചാൽ, അതായത് അന്ധമായ പാരമ്പര്യങ്ങൾക്കോ കേട്ട് കേൾവിക്കോ പകരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ യുക്തിസഹമായ ഒരു കാരണം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ. ഇപ്പോ ചില നാടുകളിൽ പറയില്ലേ, കണ്ണേര് തട്ടാതിരിക്കാൻ കരുവളയിടണം, അല്ലെങ്കിൽ പൂച്ച കുറുകെ ചാടിയാൽ യാത്ര മോശമാകും എന്നൊക്കെ. ഇതിനൊക്കെ വല്ല യുക്തിപരമായ അടിസ്ഥാനമുണ്ടോ? ഉണ്ടാവില്ല. അതേസമയം ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ യുക്തിയുണ്ട്, ലക്ഷ്യമുണ്ട്. ഉദാഹരണത്തിന് നോമ്പ്. എന്തിനാണ് നോമ്പ്? ഖുർആൻ പറയുന്നത് അത് തഖ്വ ഉണ്ടാക്കാനാണ്, ദൈവഭയം. വിശപ്പും ദാഹവുമൊക്കെ നമ്മളെ ദൈവത്തെ ഓർമ്മിപ്പിക്കും, തെറ്റുകളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും. അതിനൊരു യുക്തിയുണ്ട്, ശരിയാണ്. പക്ഷേ ചില കാര്യങ്ങളുടെ യുക്തി നമുക്ക് അത്ര വ്യക്തമാവില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണം. തീർച്ചയായും. ഇപ്പോ മുസ്ലിം പുരുഷന്മാര് തൊപ്പി ധരിക്കുന്നത്, എന്താണ് അതിന്റെ യുക്തി? ഒരുപക്ഷേ മരുഭൂമിയിലെ വെയിലിൽ നിന്ന് രക്ഷ നേടാൻ അതാവശ്യമായിരുന്നിരിക്കാം. ആയിരിക്കാം. പക്ഷെ എല്ലാ സാഹചര്യത്തിലും അതൊരു നിർബന്ധ അനുഷ്ഠാനം പോലെ ആവുന്നുണ്ടോ? അതെ, അതൊരു ചോദ്യമാണ്. അതുപോലെ ഒരാൾ മരിച്ചെന്ന് വാട്സാപ്പിൽ മെസ്സേജ് വരുമ്പോ എല്ലാവരും ഇന്നാ ലില്ലാഹി എന്ന് ടൈപ്പ് ചെയ്യും. അതെ, അതിലെ യുക്തി എന്താണ്? ശരിക്കും അതൊരു നഷ്ടം വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒന്നല്ലേ? ദൈവത്തിലേക്ക് മടങ്ങേണ്ടവരാണ്, ക്ഷമിക്കണം എന്നൊക്കെ സ്വയം പറയാനുള്ളതാണ്. അതെ, അത് മറ്റുള്ളവരോട് അറിയിക്കാനുള്ളൊരു ഫോർമാലിറ്റിയായി മാറുന്നുണ്ടോ? ഇതൊരു ശീലമാണോ അതോ അർത്ഥം അറിഞ്ഞാണോ ചെയ്യുന്നത് എന്നൊക്കെ രേഖ ചോദിക്കുന്നു. മൂസാ നബിയോട് ദൈവം കയ്യിലുള്ള വടിയെക്കുറിച്ച് ചോദിച്ചു. അതും ഇതുപോലെയാണ്. വെറുതെ ഒരു വടി കയ്യിൽ വെച്ചിരിക്കുകയാണോ അതോ അതിന് വല്ല ഉപയോഗവുമുണ്ടോ? മൂസാ നബി അതിന്റെ ഉപയോഗങ്ങൾ പറഞ്ഞു. ഊന്നാനാണ്, ആടിനില പറിക്കാനാണ് എന്നൊക്കെ. അതെ, അപ്പോ അതിനൊരു യുക്തിയുണ്ടായി. അതുപോലെ ഖുറാൻ മനസ്സിലാക്കാൻ അറബി വ്യാകരണം നന്നായി പഠിക്കണം എന്നൊരു ചിന്തയുണ്ട്. അത് നല്ലതാണ്. പക്ഷെ നല്ല പരിഭാഷകളും വിശദീകരണങ്ങളും ഒക്കെയുള്ള ഇക്കാലത്ത് ഖുറാനിലെ പ്രധാന സന്ദേശം മനസ്സിലാക്കാൻ എല്ലാവരും വ്യാകരണ പണ്ഡിതനാവേണ്ടതുണ്ടോ? അതൊരു നിർബന്ധം പോലെ ആവുന്നുണ്ടോ? അതെ, അതൊരു അന്ധമായ പാരമ്പര്യമായി മാറുന്നുണ്ടോ എന്നും രേഖ ചോദിക്കുന്നുണ്ട്. ഖുറാൻ മനസ്സിലാക്കാൻ ശരിക്കും വേണ്ട ഭാഷ ചിന്തയാണ്, ആശയങ്ങൾ ഗ്രഹിക്കുകയാണ് പ്രധാനമെന്നും പറയുന്നു. ശരിയാണ്.
അപ്പോൾ യുക്തി ഉപയോഗിക്കുക എന്നത് പ്രധാനം. അടുത്തതോ? നാലാമത്തേത് ആത്മാർത്ഥമായ ഹൃദയം, സലാമത്തുള്ള ഹൃദയം എന്ന് പറയും. സിൻസിയർ ഹാർട്ട്. ഉള്ളിലെ ഉദ്ദേശശുദ്ധി. അതെ, ബാക്കിയുള്ളതൊക്കെ പുറമെയാണ്. നമ്മുടെ ഉള്ളിലെ ആത്മാർത്ഥതയാണ് പ്രധാനം. ഇബ്രാഹിം നബിയെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, അദ്ദേഹം തന്റെ രക്ഷിതാവിങ്കിലേക്ക് ശുദ്ധമായ ഹൃദയത്തോടെ ചെന്ന സന്ദർഭം. മറ്റുള്ളവരുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി ഒരു വേദന തോന്നുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാഗ്രഹിക്കുക, പക്ഷെ എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെയൊരു നിഷ്കളങ്കമായ അവസ്ഥ. ശരി. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു ഗെയിമിന്റെ ലെവൽ പോലെ എടുത്താൽ, ലെവൽ 1 ദൈവത്തിൽ ആശ്രയിച്ചു, ലെവൽ 2 ചോദ്യം ചെയ്യാൻ ധൈര്യം കിട്ടി, ലെവൽ 3 യുക്തി ഉപയോഗിച്ചു. ഓക്കെ. ഇപ്പോ ലെവൽ 4 ആത്മാർത്ഥമായ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയുക. ഇവിടെ രേഖ നമ്മളോടൊരു ചോദ്യം ചോദിക്കാൻ പറയുന്നുണ്ട്. എന്താണത്? പണമോ പ്രശസ്തിയോ മറ്റുള്ളവരുടെ കയ്യടിയോ ഒന്നും നോക്കാതെ തികച്ചും ദൈവത്തിനു വേണ്ടി മാത്രം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് വലിയ കാര്യങ്ങളാവണമെന്നില്ല അല്ലേ? ഒട്ടും വേണ്ട. ഖുറാനിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു നല്ല കാര്യം ഒരാളോട് പറഞ്ഞുകൊടുക്കുന്നത്. ദൈവത്തിനു വേണ്ടി ഒരു നല്ല ശീലം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ചീത്ത ശീലം നിർത്തുന്നത്, അല്ലെങ്കിൽ വെറുമൊരു പുഞ്ചിരി. അതെ, ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി കൊണ്ട് ഒരാൾക്ക് സന്തോഷം കൊടുക്കുന്നത്, അതും ഇതിൽ പെടും. ദൈവത്തിന്റെ കാരുണ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും എത്തണമെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. തീർച്ചയായും. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഇബ്രാഹിം നബിയുടെ ഹൃദയം ശുദ്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റായ ചിന്തകളും ധാരണകളുമൊക്കെ ഒഴിവാക്കി സത്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു എന്നർത്ഥം. ശരി. നൂഹ് നബി ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന പൂർണ്ണ നിസ്സഹായതയോടെയാണ്. നമ്മൾ പറയുന്ന വാക്കുകളല്ല, നമ്മുടെ ഉള്ളിലെ ആ ഭാവമാണ് ദൈവത്തിലേക്കെത്തുന്നത്. അതെ. അതുകൊണ്ടാണ് വെറുതെ ദൈവം എന്ന് പറയുന്നതിനേക്കാൾ റബ്ബേ, രക്ഷിതാവേ, റഹ്മാനേ, കാരുണ്യവാനേ എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കൊരടുപ്പം തോന്നുന്നത്. ശരിയാണ്. അതൊരു വ്യക്തിപരമായ ബന്ധത്തെ കാണിക്കുന്നു. അതെ. ഈ ആദ്യത്തെ 4 തത്വങ്ങൾ വെച്ചിട്ട് കണ്ണീർ എന്ന വിഷയത്തെ രേഖയൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. അത് രസകരമാണ്. ഓഹോ, എങ്ങനെ? 1, ദൈവത്തിൽ ആശ്രയിച്ചാൽ അവന്റെ അനുമതിയില്ലാതെ ഒരു കണ്ണും നമ്മളെ ബാധിക്കില്ല എന്ന വിശ്വാസം വരും. ശരി. 2, ബൗദ്ധികമായി ചിന്തിച്ചാൽ കണ്ണീർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പരലോകരക്ഷയെ ബാധിക്കുന്ന കാര്യമല്ല. അതാണല്ലോ പ്രധാനം. 3, യുക്തിപരമായി കണ്ണ് തട്ടിയാണ് എങ്ങനെയാണ് ദോഷം വരുന്നത് എന്ന് വിശദീകരിക്കാൻ പറ്റില്ല. ശരിയാണ്. 4, ആത്മാർത്ഥമായ ഹൃദയം ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയും. അപ്പോ കണ്ണീർ പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അതായത് അത് സത്യമാണോ അല്ലയോ എന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ ഫോക്കസ് എവിടെയാണ് എന്നുള്ളതാണ്. അതെ, അതിൽ സമയം കളയേണ്ടതില്ല എന്നൊരു നിഗമനത്തിലെത്തുന്നു. കൊള്ളാം, നല്ലൊരു വിശകലനം. ശരി. അപ്പോ 5ാമത്തെ തത്വം എന്താണ്? 5ാമത്തേത് കൂടിയാലോചനയോടുകൂടിയ അനുസരണം, കൺസൾട്ടേറ്റീവ് ഒബീഡിയൻസ്. ഓക്കേ. ദൈവത്തിന്റെ കൽപ്പനയനുസരിക്കുന്ന കാര്യത്തിൽ പോലും സാധ്യമായ ഇടങ്ങളിൽ മറ്റുള്ളവരുമായി ഒന്ന് ആലോചിക്കുക. എന്തിനാണത്? കാരണം നമ്മുടെ ലക്ഷ്യം സത്യം കണ്ടെത്തുക എന്നതായിരിക്കണം, നമ്മളാണ് ശരിയെന്ന് സ്ഥാപിക്കലാവരുത്. അതിനുദാഹരണം? ഏറ്റവും മികച്ച ഉദാഹരണം ഇബ്രാഹിം നബിയുടേത് തന്നെ. മകനെ ബലിയെറുക്കാൻ ദൈവം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് മകനോട് പറയുന്നുണ്ട്. എന്നിട്ട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞുമകനെ, നിന്റെ അഭിപ്രായം എന്താണ്? അതെ, അത്ഭുതമാണത്. കാരണം നമ്മുടെ ചിന്തകൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ടാവാം, മുൻവിധികളുണ്ടാവാം. ശരിയാണ്. അപ്പോ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നത്, പ്രത്യേകിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ശരിയായ തീരുമാനത്തിലെത്താൻ സഹായിക്കും. രേഖയിൽ ഒരു അച്ചാറിന്റെ കാര്യം പറയുന്നുണ്ട്. അതെ. ഗ്രന്ഥകർത്താവിന് കേടുവന്നു എന്ന് തോന്നിയ ഒരു അച്ചാർ സുഹൃത്തുക്കളോട് ചോദിച്ചു. ഒരാൾ പറഞ്ഞു അത് തിളപ്പിച്ചുപയോഗിക്കാമെന്ന്, മറ്റൊരാൾ പറഞ്ഞു വേണ്ട, ചിലപ്പോ വിഷാംശമുണ്ടാവും, കളഞ്ഞേക്കാൻ. അപ്പൊ കൂടുതൽ അഭിപ്രായങ്ങൾ കേട്ടപ്പോലും നല്ല തീരുമാനത്തിലെത്താൻ പറ്റി. അതെ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മളോട് യോജിക്കുന്ന ആളുകളോട് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല. ശരിയാണ്. നമ്മളോട് വിയോജിക്കാൻ സാധ്യതയുള്ള ആളുകളോടും ചോദിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ ഒന്നുകൂടി ഉറപ്പിക്കുകയേ ഉണ്ടാവൂ. അതിനെ എക്കോ ചേംബർ എന്ന് പറയും. അതെ, വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് സത്യത്തിലേക്ക് കൂടുതൽ വഴി കാണിക്കുക. ഈ തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ പുറത്തുനിന്നുള്ള ഒരു അഭിപ്രായവും കേൾക്കാത്തത് അവരെ കൂടുതൽ തെറ്റിലേക്ക് കൊണ്ടുപോകും. ശരിയാണ്. AI പോലും അതിന്റെ ട്രെയിനിങ് ഡേറ്റ വെച്ചിട്ടാണ് ഉത്തരം തരുന്നത്. അതുകൊണ്ട് അതും ബയസ്ഡ് ആവാം. അത് സത്യം തന്നെ പറയണമെന്നില്ല. അതുകൊണ്ട് കൂടിയാലോചന പ്രധാനം.
ഇവിടെ ഈ രേഖ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ മകൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിലോ? ഓ, എന്തു ചെയ്യുമായിരുന്നു അദ്ദേഹം? അതിനൊരു ഉത്തരമായി പറയുന്നത്, ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്ന പരീക്ഷണങ്ങൾ കൊണ്ടായിരിക്കും. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച്. അതെ, വ്യക്തിപരമായ പരീക്ഷണങ്ങൾ. ദൈവം നമ്മളെ തോൽപ്പിക്കാനല്ല നോക്കുന്നത്, ജയിപ്പിക്കാനാണ്. അപ്പോ വലിയൊരു പ്രതിസന്ധി വരുമ്പോ ഇതെനിക്ക് തരണം ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം നമുക്ക് വേണം. ശരി, അപ്പൊ അടുത്ത തത്വം, ആറാമത്തത് കണ്ടതിനപ്പുറമുള്ള വിശ്വാസം, ഫെയ്ത്ത് ബിയോണ്ട് ദ സീൻ. അതായത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ, അതൊക്കെ ചിലപ്പോൾ വളരെ മോശമായിരിക്കാം, അസാധ്യമെന്ന് തോന്നാം. അങ്ങനെയുള്ള അവസ്ഥയിലും ദൈവത്തിന്റെ കഴിവിൽ വിശ്വസിക്കുക, ഈ കാണുന്നതിനപ്പുറം ഒരു സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുക. എന്നെക്കൊണ്ടിത് പറ്റില്ല എന്ന് പറയുന്നതിന് പകരം. അതെ, പകരം ഇബ്രാഹിം നബി പറഞ്ഞില്ലേ, തന്റെ നാട് വിട്ടു പോകുമ്പോ, ഞാൻ എന്റെ രക്ഷിതാവിങ്കലേക്ക് പോകുകയാണ്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ശരിയാണ്, ആ ഒരു മനോഭാവം. അതെ, നമ്മുടെ ഉള്ളിലെ ആ നെഗറ്റീവ് ചിന്തകളെ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മറികടക്കുക. നമ്മളെ തന്നെ വില കുറച്ച് കാണുന്നത്, ഞാൻ മോശമാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് ശരിയല്ല എന്നും രേഖ പറയുന്നുണ്ട്. അതെ, അത് ഹറാമാണ്, തെറ്റാണ് വരെ പറയുന്നു. കാരണം നമ്മളെ സൃഷ്ടിച്ചത് ആരാ? ദൈവം. അപ്പോൾ നമ്മളെ തന്നെ മോശമാക്കുമ്പോൾ അത് ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാവും. ശരിയാണ്. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റി എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എത്രയോ ആളുകൾക്ക് അതിന് കഴിയുന്നില്ല. നമ്മൾ ദൈവത്തെ ഓർക്കുന്നുണ്ടെങ്കിൽ അതും അവന്റെ സഹായം കൊണ്ടാണ്. അപ്പോ സ്വയം പഴിക്കുന്നതിന് പകരം എന്തെങ്കിലും തെറ്റുപറ്റിയാൽ, അല്ലെങ്കിൽ ദൈവത്തെ ഓർക്കാൻ മറന്നുപോയാൽ ഉടനെ ദൈവത്തിലേക്ക് തിരിയുക. ഖുർആൻ പറയുന്നില്ലേ, എന്റെ രക്ഷിതാവ് ഇതിനേക്കാൾ നല്ലൊരു വഴിയിലേക്ക് എന്നെ നയിച്ചേക്കാം എന്ന് പ്രാർത്ഥിക്കാൻ. സൂറ അൽ കഹഫിൽ. നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ പഠിക്കാൻ വേണ്ടിയായിരിക്കാം. നമ്മൾ വീഴുമ്പോൾ താങ്ങായി ദൈവം കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ. കൃത്യമായി. ശരി, അപ്പോ അവസാനത്തെ തത്വം, ഏഴാമത്തേത് ശാശ്വതമായ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അനന്തമായ മാനസികാവസ്ഥ, ഇറ്റേണൽ പെർസ്പെക്റ്റീവ്, ഇൻഫിനിറ്റ് മൈൻഡ് സെറ്റ്. ഓക്കെ. നമ്മുടെ ലക്ഷ്യങ്ങളെയും പ്രവൃത്തികളെയും ഈ ചെറിയ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങളിൽ മാത്രം ഒതുക്കാതെ ഒരു അനന്തമായ കാഴ്ചപ്പാടോടെ കാണുക. പ്രവാചകന്മാരൊക്കെ അങ്ങനെയായിരുന്നല്ലേ? തീർച്ചയായും. അവർ അവരുടെ കാലഘട്ടത്തിനു വേണ്ടി മാത്രമല്ല ജീവിച്ചത്. അവരുടെ സ്വാധീനം ഇപ്പോഴുമുണ്ട്. അതെ, ഖുർആൻ തന്നെ പറയുന്നില്ലേ, സകല ലോകരിലും നൂഹിന് സമാധാനം. ഇബ്രാഹിം നബിയെക്കുറിച്ച് പറയുന്നു, പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ സൽകീർത്തി നാം അവശേഷിപ്പിച്ചു. അതെങ്ങനെ അവർക്ക് സാധിച്ചു? അവർ ദൈവത്തിന്റെ വലിയ ലക്ഷ്യങ്ങളെയാണ് പിന്തുണച്ചത്. അതുകൊണ്ട് തലമുറകളോളം അവരുടെ പേരും പാതയും ഓർമ്മിക്കാൻ ദൈവം തന്നെ വഴിയൊരുക്കി. ശരിയാണ്. സാധാരണ ഇപ്പോ വലിയ ബിസിനസ്സൊക്കെ തുടങ്ങിയ ആളുകളുടെ കാര്യം നോക്കിയാൽ കുറച്ച് തലമുറ കഴിയുമ്പോഴേക്കും ആ സ്ഥാപകന്റെ വിഷനൊക്കെ പോകും. എന്തിനായിരുന്നു തുടങ്ങിയതെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. പക്ഷേ പ്രവാചകന്മാരുടെ ലക്ഷ്യവും സന്ദേശവും തലമുറകളിലൂടെ ഇങ്ങനെ കൈമാറി വരുന്നു, ദൈവത്തിന്റെ സഹായത്തോടെ. അതെ, ഈ അനന്തമായ മാനസികാവസ്ഥ നമുക്കെങ്ങനെ ഉപകാരപ്പെടും? എങ്ങനെ? ഇപ്പോ ഒരു ജോലി പോയി എന്ന് കരുതുക. അതിനെ ജീവിതത്തിന്റെ അവസാനമായി കാണാതെ ഈ അനന്തമായ യാത്രയിലെ ഒരു ചെറിയ സ്റ്റെപ്പ് മാത്രമായി കാണാൻ പറ്റും. ഓക്കെ, ഇതൊരു ചെറിയ ഭാഗം മാത്രം. അതെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു 60-70 കൊല്ലത്തെ കാര്യമല്ല, ചിലപ്പോ 100-1000 കൊല്ലത്തിനപ്പുറത്തേക്കാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിനാണ് 1000 കൊല്ലം കഴിഞ്ഞും ഒരു പ്രസക്തി ഉണ്ടാവുക? ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. അതെ, ദൈവത്തിന്റെ സഹായത്തോടെയേ അത് സാധിക്കൂ. ആ ചിന്ത വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും എങ്ങോട്ട് തിരികെ പോകും? ആദ്യത്തെ തത്വത്തിലേക്ക്, ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക്. അതെ, അപ്പോ ഇതൊരു സർക്കിൾ പോലെയാണ്. ശരിയാണ്. അപ്പോ ഇതാണ് ആ 7 തത്വങ്ങൾ. ഒന്നുകൂടി പറയാം. ദൈവത്തിലുള്ള അടിയുറച്ച ആശ്രയം, കാര്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ബൗദ്ധിക ധൈര്യം, ശരി, യുക്തിസഹമായ സമീപനം, അതെ, ആത്മാർത്ഥമായ ഹൃദയം, സലാമത്തുള്ള കൽബ്, കൂടിയാലോചനയിലൂടെ തീരുമാനങ്ങളിലെത്തുക, കണ്ടതിനപ്പുറം ദൈവത്തിൽ വിശ്വസിക്കുക, ഫെയ്ത്ത് ബിയോണ്ട് ദ സീൻ, പിന്നെ ശാശ്വതമായ കാഴ്ചപ്പാട്, അനന്തമായ മാനസികാവസ്ഥ. അതെ,
ഈ 7 കാര്യങ്ങൾ ഇത് നമ്മുടെ ചിന്തകളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സഹായിക്കും അല്ലേ? സഹായിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും വെല്ലുവിളികൾ വരുമ്പോൾ, പുതിയ വിവരങ്ങൾ കേൾക്കുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഒരു തത്വം മാത്രമെടുത്ത് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ പോലും മാറ്റം വരും. തീർച്ചയായും. ഒരുപക്ഷേ ഈ ആഴ്ചയില് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. നല്ല ആശയം. അതൊരു മാറ്റം കൊണ്ടുവരും. ശരി. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചിന്ത കൂടി. ഈ രേഖയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, നൂഹ് നബിയുടെ കാലത്ത് മാറ്റങ്ങൾ വളരെ പതുക്കെയായിരുന്നു. സമൂഹം അധികം മാറിയിരുന്നില്ല. പക്ഷെ ഇന്നോ മാറ്റങ്ങൾ ഭയങ്കര വേഗത്തിലാണ്. ഓരോ ദിവസവും മാറുകയാണ്. അതെ. അപ്പോൾ ഈ പ്രവാചക ചിന്താരീതി അതൊരു ശാശ്വതമായ കാഴ്ചപ്പാട് തരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കാഴ്ചപ്പാട് വെച്ച് ഇന്നത്തെ ഈ വേഗതയേറിയ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ കൂടുതൽ ശാന്തമായി, കൂടുതൽ വ്യക്തതയോടെ നേരിടാൻ നിങ്ങൾക്കെങ്ങനെ സാധിക്കും? അതൊരു നല്ല ചോദ്യമാണ്. അതൊന്ന് ആലോചിക്കാൻ വിട്ടുകൊണ്ട് നമുക്കിന്നത്തേക്ക് നിർത്താം. ശരി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. ഇൻഷാ അല്ലാഹ്.